ഗൾഫിലെ യുദ്ധ സാഹചര്യങ്ങൾ മൂലം ഇത്തവണ നിരവധി പ്രവാസികൾക്ക് കേരളത്തിലെത്തി വോട്ട് ചെയ്യാനായില്ല. എങ്കിലും വോട്ടിംഗ് ശതമാനം ഉയർന്നതിനെ പ്രവാസി സംഘടനകൾ ആവേശത്തോടെ സ്വാഗതം ചെയ്തു. അതേസമയം നിരവധി പ്രവാസികൾ വിമാനക്കൂലി വൻതോതിൽ വർദ്ധിച്ചിട്ടും വോട്ട് ചെയ്യാൻ മാത്രമായി കേരളത്തിലെത്തി. ഇത്തവണ നാട്ടിലുള്ള പ്രവാസി കുടുംബങ്ങൾ സ്കൂൾ അവധിയായിട്ടും ഗൾഫിലേക്ക് പോയിട്ടില്ല. ഈ വോട്ടും ഉറപ്പാക്കാനായത് വലിയ നേട്ടമാകുമെന്ന് UDF ക്യാമ്പുകൾ വിലയിരുത്തുന്നു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട്. ഇക്കഴിഞ്ഞ 23 ദിവസങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഗൾഫിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം സജീവമായിരുന്നു. അതേസമയം മുൻ വർഷങ്ങളേതുപോലെ അത്രയ്ക്ക് വീറും വാശിയും ഉണ്ടായിട്ടില്ല എന്നത് പ്രവാസി സംഘടനകളും സമ്മതിക്കുന്നു. സാധാരണയായി നടക്കാറുള്ള തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ നടന്നെങ്കിലും വോട്ട് വിമാനങ്ങളുടെ എണ്ണം കുറഞ്ഞത് വലിയ ക്ഷീണമായി. OICC, ഇൻകാസ്, KMCC സംഘടനകളാണ് പ്രധാനമായും വോട്ട് വിമാനങ്ങൾ ഒരുക്കാറുള്ളത്. ഇത്തവണ ഇത് നാമമാത്രമായി കുറഞ്ഞു. അതേസമയം SIR ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മൂലം പ്രവാസി വോട്ട് ഉറപ്പാക്കാൻ UDF, LDF സംഘടനകൾ വലിയ രീതിയിൽ വോട്ടർ പട്ടികയിൽ ആളുകളെ ചേർത്തിരുന്നു. ഇവരിൽ പലർക്കും ഇത്തവണ വോട്ട് ചെയ്യാൻ നാട്ടിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല. ഗൾഫിലെ സംഘർഷം മൂലം വിമാന സർവീസ് കുറഞ്ഞതും ചാർട്ടേഡ് വിമാന നിരക്ക് ഉയർന്നതും തിരിച്ചടിയായി. പലരും ഉയർന്ന നിരക്ക് കൊടുത്താണ് നാട്ടിൽ എത്തിയത്. ഈ സമയത്ത് ഇവിടെ വരിക എന്ന് പറയുന്നത് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഞാനൊക്കെ 11,600 ദിർഹംസ് ചെലവാക്കിയാണ് ഞാൻ വന്നത്. ഞാൻ ചെലവാക്കിയതിന് പറയാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്, അത് ഞാൻ വരുന്നുള്ളതല്ല, എല്ലാവർക്കും അങ്ങനെയാണ് പ്രശ്നം. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം 2.25 ലക്ഷത്തോളം വോട്ട് നമ്മൾ കഴിഞ്ഞ 2 മാസമായുള്ള പ്രയത്നത്തിന്റെ അടിസ്ഥാനത്തിൽ ചേർത്തിരുന്നു. പക്ഷെ അതിൽ 10% ആളുകൾക്ക് പോലും വരാൻ കഴിയാത്ത വിധം നമ്മുടെ വിമാന സർവീസുകൾ എക്സോർബിറ്റന്റ് ആയിട്ടുള്ള ഫെയർ ഏർപ്പെടുത്തുകയുണ്ടായി. അതേസമയം കേരളത്തിൽ ഭരണമാറ്റം വേണമെന്ന് വ്യവസായി ഡോക്ടർ KP ഹുസൈൻ കേരളത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ 2025 ഡിസംബറിലെ ദുബായ് സന്ദർശനത്തിന്റെ സംഘാടക സമിതിക്ക് ചുക്കാൻ പിടിച്ചിരുന്നത് ഡോക്ടർ ഹുസൈൻ ആയിരുന്നു. അദ്ദേഹമാണ് ഭരണമാറ്റം ആവശ്യപ്പെട്ടത്. പക്ഷെ ഭരണമാറ്റം ആവശ്യമാണ്. എന്തുകൊണ്ടത് ആവശ്യം? പൊതുവെ നമുക്ക് ഒരു 10 കൊല്ലം ഒരു ഭരണം ഉണ്ടായിരുന്നു. ഭരണങ്ങൾ മാറി മാറി വരുമ്പോൾ ജനങ്ങൾക്ക് നന്മ ഉള്ള വിഷയം ചെയ്യുന്ന ഗവൺമെന്റിനെ കൊണ്ടുവരിക എന്നുള്ളത്, അതിൽ ഏറ്റവും വലിയ പങ്കുള്ളതാണ് ഇലക്ഷനിൽ വന്ന് വോട്ട് ചെയ്യുക എന്നുള്ളത്. എല്ലാ തെരഞ്ഞെടുപ്പിലും മുടങ്ങാതെ വോട്ട് ചെയ്യാൻ പോകാറുള്ള വ്യവസായി MA യൂസഫ് അലിക്ക് ഇത്തവണ വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഗൾഫിലെ സംഘർഷ സാഹചര്യത്തിൽ മാറി നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് യൂസഫ് അലി പറഞ്ഞു. അതേസമയം യുവ വ്യവസായിയും യൂസഫ് അലിയുടെ രണ്ടാമത്തെ മകളുടെ ഭർത്താവുമായ അദീബ് അഹമ്മദ് നാട്ടിലെത്തി വോട്ട് ചെയ്തു. സിറ്റിസൺസിന്റെയും ഒരു റൈറ്റ് ആണ്. അതുകൊണ്ട് ഈ ഇലക്ഷന്റെ പ്രോസസ്സിന്റെ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഇതിന്റെ ഒരു പാർട്ടാവണം. അമേരിക്കയിൽ 58 വർഷമായി ജീവിക്കുന്ന മലയാളി ജോർജ് വർഗീസും ഇത്തവണയും മുടങ്ങാതെ വോട്ട് ചെയ്യാൻ നാട്ടിലെത്തി. അദ്ദേഹം ചെങ്ങന്നൂരിൽ വോട്ട് ചെയ്തു. ഇന്ത്യൻ പൗരത്വം നിലനിർത്തുന്നത് തന്നെ തന്റെ വോട്ടവകാശത്തിന് വേണ്ടിയാണെന്ന് അദ്ദേഹം പറയുന്നു. ഇതുപോലെ ഗൾഫിലെ നിരവധി പ്രവാസികളും ഇൻകാസ്, OICC, KMCC പ്രവർത്തകരെല്ലാം നാട്ടിലെത്തി വോട്ട് ചെയ്ത് ഫോട്ടോകൾ ജയ്ഹിന്ദ് ന്യൂസുമായി പങ്കുവച്ചു. ഇനി മെയ് മാസം 4 വരെ കൂട്ടലും കിഴിക്കലുമായി പ്രവാസ ലോകത്തും ചൂടേറിയ ചർച്ചകളുടെ കാലമാണ്. എൽവിസ് ചുമ്മാർ, ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East this week, an Elvis Chummar TV show. Exclusively on Jayhind TV. Stay tuned for the 1,000 countdown.